ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. കളങ്കാവലിനെങ്ങും നിറഞ്ഞ സ്വീകരണമാണ് ലഭിച്ചിരിക്കുന്നത്. കേരളം മാത്രമല്ല ലോകമെമ്പാടും അതിഗംഭീരമായിട്ടുള്ള സ്വീകരണം ലഭിച്ചതുകൊണ്ട് തന്നെ രണ്ടാം ദിനത്തിൽ ടിക്കറ്റുകൾ ക്ഷാമം രൂക്ഷമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 260 സ്ക്രീനുകളിൽ ആദ്യ ദിനം പ്രദർശിപ്പിച്ച സിനിമ 365 സ്ക്രീനുകളിലേക്ക് കേരളത്തിൽ കൂട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതെ, വമ്പിച്ച രീതിയിലുള്ള ഒരു സ്ക്രീൻ ഇൻക്രിമെൻറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് കൂടാതെ നമ്മൾ ഇന്നലെ കണ്ടത് 102 മുകളിലുള്ള എക്സ്ട്രാ ഷോസ് ഇന്നലെ ആഡ് ചെയ്തിരുന്നു. ഏർലി മോർണിംഗ് ഷോസ് ഇന്ന് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. വെളുപ്പിനെ 6 മണിക്ക് ഷോകൾ എറണാകുളത്ത് പലയിടത്തും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 258 മുകളിലുള്ള ലേറ്റ് നൈറ്റ് ഷോസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും നമുക്ക് കാണാൻ കഴിയുന്നു. അതെ, അത്ര ഗംഭീരമായിട്ടുള്ള ഒരു രീതിയിലാണ് കേരളത്തിൽ പോകുന്നതെങ്കിൽ GCCയിൽ ഇന്നലെ 200 മുകളിലുള്ള എക്സ്ട്രാ ഷോസ് ഉണ്ടായിരുന്നു എന്നുള്ളതും റിപ്പോർട്ടുകളിൽ വരുന്നു. കേരളത്തിനേക്കാൾ കൂടുതൽ തിരക്ക് GCC രാജ്യങ്ങളിൽ വന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, ഇന്നലെ കേരളത്തിനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടിയത് GCCയിൽ നിന്ന് തന്നെ എന്നുള്ളതാണ്. കേരളവും GCCയും കൂടെ ആണ് ഫൈനൽ കളക്ഷനിൽ ഏറ്റവും കൂടുതൽ റേഞ്ചിൽ പിടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിനേക്കാൾ മുകളിൽ ഫൈനൽ റേഞ്ചിൽ GCC തൂക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഭീകര തിരക്കാണ് GCC രാജ്യങ്ങളിൽ വരുന്നത്. രണ്ടാം ദിനവും കൊടൂരമായിട്ടുള്ള ആ ഒരു ബുക്കിംഗ് കാരണം അവിടെയും 700 മുകളിൽ, അതായത് UAEയിൽ മാത്രം 700 മുകളിലുള്ള സ്ക്രീനുകൾ ആഡ് ചെയ്യപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതെ, കളങ്കാവൽ മമ്മൂട്ടിയുടെ കൊടൂര പെർഫോമൻസിന് ജനങ്ങൾ നൽകുന്ന സ്വീകാര്യത തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സിനിമ കൊള്ളാമോ, അതിനകത്തിൽ ഒരു നടൻ്റെ പ്രകടനം ഗംഭീരമാണോ, തീർച്ചയായും മലയാളികൾ ഏറ്റെടുത്തിരിക്കുമെന്നുള്ളത്. ഇന്ന് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമെല്ലാം ഈ മലയാളം സിനിമയ്ക്ക് അത്രത്തോളം റെക്കമെൻഡേഷൻ വരുന്നു എന്നുള്ളത് തന്നെയാണ് കാണാനുള്ളത്. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ അഭിനയത്തെ എല്ലായിടത്തും ഹെവി എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവായിട്ട് നമ്മൾ എവിടെ റിവ്യൂവേഴ്സിനെ നോക്കിയാലും എവിടെ ഒരു സോഷ്യൽ മീഡിയയിൽ ആളുകൾ നോക്കിയാലും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.